ഹായ് ഓൾ. അസ്ത്ര ഗുരുകുലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 9ാം ക്ലാസ് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്ററായ കെമിക്കൽ ബോണ്ട് രാസബന്ധനം എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് പാർട്ട്, അതായത് കോവാലൻ കോമ്പൗണ്ട് എന്നുള്ള പാർട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമ്മൾ മുൻ വർഷങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾ, ഓക്സിജൻ മോളിക്യൂൾ, നൈട്രജൻ മോളിക്യൂൾ, ഫ്ലൂറിൻ മോളിക്യൂളൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ഗ്യാഷ്യസ് മോളിക്യൂൾ, അതായത് വാതക തന്മാത്രകൾ, വാതക തന്മാത്രകൾ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഇത്തരം മോളിക്യൂൾസിന് നമ്മൾ പറയുന്നതാണ് ഡയാറ്റോമിക് മോളിക്യൂൾസ് അല്ലെങ്കിൽ ദ്വയാറ്റോമിക തന്മാത്രകളെന്ന്. എന്തുകൊണ്ടാണ് അവയെ ദ്വയാറ്റോമിക തന്മാത്രകൾ അല്ലെങ്കിൽ ഡയാറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്? രണ്ട് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട്, രണ്ട് ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഇത്തരം മോളിക്യൂളുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലൂറിൻ മോളിക്യൂൾ, അതായത് ഫ്ലൂറിൻ തന്മാത്രയുടെ ഫോർമേഷൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. ഓക്കെ, ഫ്ലൂറിൻ്റെ ആറ്റോമിക് നമ്പർ 9 അപ്പോൾ ഫ്ലൂറിൻ്റെ കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുക? ഫസ്റ്റ് ഷെല്ലിൽ, കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടാവും. ദെൻ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 7 ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ, 7 ഇലക്ട്രോൺസ്. അപ്പോൾ ഫ്ലൂറിന് ഒക്ടറ്റ് കോൺഫിഗറേഷൻ, അതായത് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം നേടാൻ ഏറ്റവും ബാഹ്യതമ ഷെല്ലിൽ, ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ആവശ്യമുള്ളത്? ഇപ്പോൾ ഓൾറെഡി ഫ്ലൂറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, അതായത് ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ്, 7 ഇലക്ട്രോണുകളുണ്ട് അല്ലേ. അപ്പോൾ ഇനി എത്ര ഇലക്ട്രോണും കൂടി വേണം? 1 ഇലക്ട്രോണും കൂടി വേണം. അതായത് 1 ഇലക്ട്രോണും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൂറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണായി? 8 ഇലക്ട്രോണായി അല്ലേ. ഇപ്പോൾ ഫ്ലൂറിനെ സംബന്ധിച്ച് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുക, അതായത് ഇലക്ട്രോണിനെ കൈമാറ്റം ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോസിബിളായ കാര്യമാണ്, അതായത് അതിനെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഒരു ഫ്ലൂറിൻ മറ്റൊരു ഫ്ലൂറിനുമായിട്ട് ഇലക്ട്രോണിനെ പരസ്പരം എന്ത് ചെയ്യും? ഷെയർ ചെയ്യും, അതായത് പരസ്പരം പങ്കുവയ്ക്കും. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലൂറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ നിന്ന് 1 ഇലക്ട്രോണിനെ മറ്റൊരു ഫ്ലൂറിനായിട്ട് എന്ത് ചെയ്യും? ഷെയർ ചെയ്യും, അതായത് പരസ്പരം ഷെയർ ചെയ്യാനായിട്ട് വെക്കും. അതേപോലെ സെക്കൻഡ് ഫ്ലൂറിൻ, രണ്ടാമത്തെ ഫ്ലൂറിനും 1 ഇലക്ട്രോണിനെ മറ്റൊരു ഇലക്ട്രോണുമായിട്ട് ഷെയർ ചെയ്തിട്ട് ഇപ്പോൾ എന്താവും? 2 ഫ്ലൂറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവും. ഒരു പെയർ ഇലക്ട്രോണിന്, ഒരു ജോഡി ഇലക്ട്രോണിനെ പരസ്പരം പങ്കുവെച്ച് പരസ്പരം ഷെയർ ചെയ്ത് 2 ഫ്ലൂറിനും എന്താവും? ഒക്ടേറ്റ് കോൺഫിഗറേഷൻ, അഷ്ടക ഇലക്ട്രോൺ വിന്യാസം പൂർത്തിയാക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? കോവാലൻ കോമ്പൗണ്ട് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനം രൂപപ്പെടുന്നത്. ഓക്കെ, ഇവിടെ ഫ്ലൂറിൻ മോളിക്യൂളാകാൻ, ഫ്ലൂറിൻ തന്മാത്രയാകാൻ ഒരു ഫ്ലൂറിൻ എത്ര ഇലക്ട്രോണിനെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്? 1 ഇലക്ട്രോണിനെയാണ് അല്ലേ. അപ്പോൾ ഫ്ലൂറിൻ മോളിക്യൂളിൽ എത്ര പെയർ ഇലക്ട്രോൺസ് ഉണ്ട്? അപ്പോൾ ഒരു ജോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺ ആണെന്ന് ഓർമ്മയുണ്ടാവുക. അപ്പോൾ ഇവിടെ 2 ഫ്ലൂറിനും വേണ്ടി ഒരു ജോഡി ഇലക്ട്രോൺ, ഒരു പെയർ ഇലക്ട്രോണിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഷെയർ ചെയ്തിട്ടുള്ളത്, പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കോവാലൻ ബോണ്ട്. ദ കെമിക്കൽ ബോണ്ട് formed as a result of sharing of electrons between the combining atoms is called covalent bond. അതായത് ഇലക്ട്രോൺ പങ്കുവയ്ക്കലിലൂടെ ഉണ്ടാകുന്ന രാസബന്ധനത്തെ നമ്മൾ എന്ത് പറയുന്നു? സഹസംയോജക ബന്ധനം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫ്ലൂറിൻ്റെ കേസിൽ ഒരു പെയർ ഇലക്ട്രോൺ, ഒരു ജോഡി ഇലക്ട്രോണിനെയാണ് പങ്കുവച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത്തരം ബോണ്ട്, ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺ പെയറിന് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന കോവാലൻ ബോണ്ടിനെ നമ്മൾ എന്ത് പറയുന്നു? സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധനം എന്ന് പറയുന്നു. അതായത് ഒരു ജോഡി ഇലക്ട്രോണിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫ്ലൂറിൻ പരസ്പരം പങ്കുവച്ചിട്ടുള്ളത്. സോ ഇവിടെയുള്ള പെയറിനെ അല്ലെങ്കിൽ ഇവിടെയുള്ള ബോണ്ടിനെ നമ്മൾ എന്ത് പറയുന്നു? സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഈ സിംഗിൾ ബോണ്ടിനെ, ഏകബന്ധനത്തിനെ ഒരു ചെറിയ ഹൈഫൺ ഉപയോഗിച്ചിട്ട്, ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് F എന്ന് സൂചിപ്പിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ഡയാറ്റോമിക് മോളിക്യൂളായ, ദ്വയാറ്റോമിക തന്മാത്രയായ ഓക്സിജൻ്റെ ബോണ്ട് ഫോർമേഷൻ, കെമിക്കൽ ബോണ്ട് രാസബന്ധനം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ 8 ആണ്. അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2, 6 ആണ്. ഓക്കെ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ് ഉള്ളത്? 6 ഇലക്ട്രോണുകളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഓക്സിജനെ സംബന്ധിച്ച് അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവാൻ, അതായത് ഒക്ടേറ്റ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ, അതായത് എന്താണ്? അഷ്ടക വിന്യാസം പൂർത്തീകരിക്കാൻ എത്ര ഇലക്ട്രോണുകളും കൂടി വേണം? 2 ഇലക്ട്രോണുകളുടെ കുറവുണ്ട് അല്ലേ ഒരു ഓക്സിജനെ സംബന്ധിച്ച്. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യും? മറ്റൊരു ഓക്സിജനുമായിട്ട് ഈ 2 ഇലക്ട്രോണുകളെ, അതായത് 2 ഇലക്ട്രോണുകളെ പരസ്പരം എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ പരസ്പരം പങ്കുവയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു ഓക്സിജനെ സംബന്ധിച്ച് അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എന്താണ്?
2, 4, 6, 8 എണ്ണമായി. അതേപോലെ രണ്ടാമത്തെ ഓക്സിജൻ്റെ കേസിലും പരസ്പരം 2 ഇലക്ട്രോൺ പെയറിനെ, അതായത് 2 ഇലക്ട്രോൺ ജോഡികളെ പങ്കുവെക്കുന്നത് കൊണ്ട് തന്നെ എന്തായി, 2 ഓക്സിജനും ഒക്ടറ്റ് കോൺഫിഗറേഷൻ പൂർത്തിയാക്കുന്നു, അഷ്ടക വിന്യാസം പൂർത്തിയാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുണ്ടാവുന്ന കെമിക്കൽ ബോണ്ട്, ഇതും ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കെമിക്കൽ ബോണ്ടിൽ ഏർപ്പെടുന്നത്? ഓക്സിജനും കോവാലൻ്റ് കോമ്പൗണ്ടാണ്. ഓക്കെ, സഹസംയോജക സംയുക്തമാണ്. അപ്പോൾ ഇവിടെ 2 ജോഡി ഇലക്ട്രോണുകളെ, 2 പെയർ ഇലക്ട്രോണുകളെ പരസ്പരം ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ബോണ്ട് അല്ലെങ്കിൽ ബന്ധനത്തെ നമ്മൾ എന്ത് പറയുന്നു? ദ്വിബന്ധനം അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത്? 2 ഇലക്ട്രോൺ പെയറിനെ, 2 ജോഡി ഇലക്ട്രോണുകളെ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്, പരസ്പരം പങ്കുവയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്സിജനിലെ ഡബിൾ ബോണ്ടിനെ നമ്മൾ O ഡബിൾ ബോണ്ട് O എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നൈട്രജൻ്റെ കേസിൽ നോക്കൂ. നൈട്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണുള്ളത്. 3 ഇലക്ട്രോണും കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഒരു നൈട്രജൻ എന്ത് കിട്ടും? ഒക്ടറ്റ് കോൺഫിഗറേഷൻ, അഷ്ടകവിന്യാസം പൂർത്തീകരിക്കാൻ പറ്റും. അപ്പോൾ നൈട്രജൻ 3 ഇലക്ട്രോണുകളെ, അതായത് ഒരു നൈട്രജൻ 3 ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യാൻ വെക്കുന്നു, പരസ്പരം പങ്കുവയ്ക്കാൻ വെക്കുന്നു. അങ്ങനെ 3 ജോഡി ഇലക്ട്രോണുകളെ, 3 പെയർ ഇലക്ട്രോണുകളെ പരസ്പരം ഷെയർ ചെയ്ത് പരസ്പരം പങ്കുവച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനത്തെ അല്ലെങ്കിൽ കോവാലൻ്റ് കോമ്പൗണ്ടുകളെ നമ്മൾ എന്താ പറയുന്നത്? ഇവിടെ ട്രിപ്പിൾ ബോണ്ട്, ത്രിബന്ധനം എന്താ പറയുന്നത്? അതായത് ഇവിടെ 3 ജോഡി ഇലക്ട്രോണുകളെയാണ് എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ N ട്രിപ്പിൾ ബോണ്ട് N എന്ന് സൂചിപ്പിക്കുന്നു. അതായത് 3 ഹൈഫൺ, താഴെ 3 ഹൈഫൺ ഇട്ടുകൊണ്ടാണ് N ട്രിപ്പിൾ ബോണ്ടിനെ, അതായത് ത്രിബന്ധനത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ എലമെൻ്റൽ മോളിക്യൂൾസ്, അതായത് മൂലക തന്മാത്രകളെ പറ്റിയാണ് പഠിച്ചത്. അതായത് H2, ഹൈഡ്രജനും കൂടി ചേർന്നുണ്ടാകുന്ന H2 മോളിക്യൂൾ, അതേപോലെ നൈട്രജൻ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന N2 മോളിക്യൂൾ, അതേപോലെ ഓക്സിജനുമായിട്ട് കൂടി ചേർന്നുണ്ടാകുന്ന O2 മോളിക്യൂൾ. അപ്പോൾ ഇതൊക്കെ എന്താണ്? എലമെൻ്റൽ മോളിക്യൂൾസ് ആണ്. അതായത് ഒരു എലമെൻറ്റ് തന്നെ എന്താണ് അതേ എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത്, അതേ മൂലകമായിട്ട് കൂടിച്ചേർന്നുണ്ടാകുന്ന തന്മാത്ര, മോളിക്യൂൾ അല്ലേ? അതുമാത്രമല്ല, അതേപോലെ ഒരു മൂലകം, ഒരു എലമെൻറ്റ് മറ്റൊരു മൂലകവുമായിട്ട് കൂടിച്ചേർന്നിട്ടും എന്തുണ്ടാവാറുണ്ട്? കോവാലൻ്റ് കോമ്പൗണ്ട്സ്, സഹസംയോജക സംയുക്തങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിലൊന്നാമത്തേതാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾ. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾ എന്ന് പറയുന്നത്, ഇവിടെ ഹൈഡ്രജൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണുള്ളത്? 1 ഇലക്ട്രോണാണുള്ളത്. ക്ലോറിനെ സംബന്ധിച്ച് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഹൈഡ്രജനും 1 ഇലക്ട്രോൺ ആവശ്യമുണ്ട്. അതേപോലെ ക്ലോറിനെ സംബന്ധിച്ചും എത്ര ഇലക്ട്രോൺ ആവശ്യമുണ്ട്? 1 ഇലക്ട്രോണിന് ആവശ്യമുണ്ട്. സോ ഹൈഡ്രജനും ക്ലോറിനും പരസ്പരം ഓരോ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു, പങ്കുവയ്ക്കുന്നു. അങ്ങനെ എന്തുണ്ടാവുന്നു? അവ ഒരു കോമ്പൗണ്ട് ആവുന്നു, ഒരു സംയുക്തമാവുന്നു. അവ ജോയിൻ ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു? ഹൈഡ്രജൻ ക്ലോറൈഡ്, സിംഗിൾ ബോണ്ട് ആയിട്ടുള്ള, അതായത് ഏകബന്ധനമാണ് അല്ലേ? ഒരു ജോഡി ഇലക്ട്രോണിനെയാണ് പരസ്പരം ഷെയർ ചെയ്യുന്നത്, ഒരു ജോഡി ഇലക്ട്രോണിനെയാണ് പങ്കുവെക്കുന്നത്. സോ ഇവിടെ എന്ത് ഫോം ചെയ്യുന്നു? ഒരു ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾ. ഹൈഡ്രജൻ ക്ലോറൈഡ് എന്തുണ്ടാവുന്നു? തന്മാത്ര രൂപീകരിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. റെപ്രസെൻ്റ് ദി കോവാലൻ്റ് ബോണ്ട് ഇൻ ഹൈഡ്രജൻ ക്ലോറൈഡ് യൂസിങ് സിംബൽസ്, ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. ഇവിടെ നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഹൈഡ്രജൻ ക്ലോറൈഡിലെ സഹസംയോജക ബന്ധനം സൂചിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏത് തരം ബോണ്ടാണ്? സിംഗിൾ ബോണ്ടാണ് അല്ലേ? അപ്പോൾ H സിംഗിൾ ബോണ്ട് Cl. ഓക്കെ, H ഏകബന്ധനം ക്ലോറിനുമായിട്ട്. ഓക്കെ, അങ്ങനെയാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് തന്നിട്ടുള്ളത് ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ, ജലതന്മാത്രയുടെ രാസബന്ധനം അല്ലേ? കെമിക്കൽ ബോണ്ടിങ് ആണ്. അവിടെ നമുക്ക് നോക്കിയാൽ കാണാം എന്താണ്? ഓക്സിജൻ 2 ഹൈഡ്രജനുമായിട്ട് ഇലക്ട്രോണിനെ എന്ത് ചെയ്തിട്ടുണ്ട്? പെയർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഓക്സിജൻ ആദ്യം ഒരു ഹൈഡ്രജനുമായിട്ട് പെയർ ചെയ്തു. ദെൻ അതേ ഓക്സിജൻ തന്നെ വീണ്ടും ഒരു ഹൈഡ്രജനുമായിട്ടാണ് പെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹൗ മെനി കോവാലൻ്റ് ബോണ്ട്സ് ആർ ഫോംഡ് ഹിയർ? ഇവിടെ എത്ര കോവാലൻ്റ് ബോണ്ട്സ് ഫോം ചെയ്തിട്ടുണ്ട്? എത്ര സഹസംയോജക ബന്ധനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്? ഒരു ഹൈഡ്രജനുമായിട്ട്, അതായത് മൊത്തത്തിൽ 2 ഹൈഡ്രജനുമായിട്ട് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തിട്ടുണ്ട്, പരസ്പരം പങ്കുവച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എത്ര കോവാലൻ്റ് ബോണ്ട്സ് ഫോം ചെയ്തിട്ടുണ്ട്? 2 എണ്ണം ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ കോവാലൻ്റ് ബോണ്ടിങ് ആർ കോൾഡ് കോവാലൻ്റ് കോമ്പൗണ്ട്സ്. അതായത് സഹസംയോജക ബന്ധനം വഴി രൂപപ്പെടുന്ന സംയുക്തങ്ങളെ നമ്മൾ എന്താ പറയാറ്?
സഹസംയോജക സംയുക്തങ്ങൾ, അതായത് കോവാലൻ കോമ്പൗണ്ട്സ് എന്നാണ് പറയാറ്. ഓക്കെ, വെൻ നോൺ മെറ്റൽസ് കമ്പൈൻ ടുഗെദർ യൂഷ്വലി കോവാലൻ കോമ്പൗണ്ട്സ് ആർ ഫോംഡ്. അതായത് രണ്ടോ അതിലധികമോ അലോഹമൂലകങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ, അലോഹമൂലകങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന സംയുക്തം എന്ന് പറയുന്നത് മിക്കവാറും, അതായത് സാധാരണയായിട്ട് മിക്കവാറും കേസുകളിൽ എന്താണ്, കോവാലൻ കോമ്പൗണ്ടുകളാണ് ഉണ്ടാവാറ്. അതായത് സഹസംയോജക സംയുക്തങ്ങളാണ് കൂടുതലായിട്ടും ഉണ്ടാവാറ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് കോവാലൻ കോമ്പൗണ്ട്സിൻ്റെ, അതായത് സഹസംയോജക സംയുക്തങ്ങളുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, പൊതുവായിട്ടുള്ള സവിശേഷതകളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പോയിൻ്റായിട്ട് തന്നിട്ടുള്ളത് കോവാലൻ കോമ്പൗണ്ട്സ് എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അതായത് സഹസംയോജക സംയുക്തങ്ങൾ ദ്രാവക, വാതക രൂപത്തിൽ, അതായത് 3 അവസ്ഥകളിലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്, കാണാനായിട്ട് പറ്റാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് വാട്ടർ തന്നെ എടുത്താൽ മതി അല്ലേ. വാട്ടർ ഏതൊക്കെ സ്റ്റേറ്റിൽ കാണാറുണ്ട്? സോളിഡ് സ്റ്റേറ്റിലും കാണാറുണ്ട്, ലിക്വിഡ് സ്റ്റേറ്റിലും കാണാറുണ്ട്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലും കാണാറുണ്ട്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ദ ജനറലി ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ. അതായത് പൊതുവെ ജലത്തിൽ ലയിക്കാത്തവയാണ് ഏതെന്ന് പറയുന്നത്, കോവാലൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതായത് സഹസംയോജക സംയുക്തങ്ങൾ എന്ന് പറയുന്നത് പൊതുവെ വാട്ടറിൽ എന്താണ്, ഇൻസൊല്യൂബിൾ ആണ്, ജലത്തിൽ ലയിക്കാത്തവയാണ്. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ്, they are soluble in organic solvents like kerosene, carbon tetrachloride, benzene, etc. അതായത് മണ്ണെണ്ണ, കാർബൺ ടെട്രാക്ലോറൈഡ് പോലെയുള്ള ഓർഗാനിക് സംയുക്തങ്ങളിൽ അല്ലെങ്കിൽ ഓർഗാനിക് ലായനികളിൽ ഇവ എന്ത് ചെയ്യാറുണ്ട്, ലയിക്കാറുണ്ട്. അതായത് വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്, ജലത്തിൽ ഇൻസൊല്യൂബിൾ ആണെന്നാണ് പറഞ്ഞത്. ദെൻ അടുത്ത പോയിന്റ് നോക്കാം. ദർ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ് ആർ യൂഷ്വലി ലോ. അതായത് പൊതുവെ ഉരുകൽ നില, ഓക്കെ, അതേപോലെ തിളനില, ബോയിലിംഗ് പോയിൻ്റ്, അതേപോലെ മെൽറ്റിംഗ് പോയിൻ്റ്, അതായത് ലിക്വിഡായിട്ട് മാറുന്ന ആ ഒരു താപനിലയും അതേപോലെ തിളക്കാൻ തുടങ്ങുന്ന ആ താപനിലയും. ഓക്കെ, ഇതൊക്കെ പൊതുവെ എന്താണ്, കമ്പാരിറ്റീവ്ലി മറ്റ് സംയുക്തങ്ങളെ സംബന്ധിച്ച് എന്താണ്, കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ദേ ആർ നോട്ട് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. സാധാരണയായി ഇവ എന്തല്ല, വൈദ്യുത ചാലകങ്ങളല്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ കോവാലൻ കോമ്പൗണ്ട്സ് എന്താണെന്ന് പഠിച്ചു അല്ലേ, കോവാലൻ ബോണ്ടിങ് എന്താണ്, സഹസംയോജക ബന്ധനം എന്താണെന്ന് പഠിച്ചു അല്ലേ. എന്താ സഹസംയോജക ബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇലക്ട്രോണിനെ പരസ്പരം ഷെയർ ചെയ്ത്, ഇലക്ട്രോണുകളെ പരസ്പരം പങ്കുവെച്ച് കെമിക്കൽ ബോണ്ടിങ്ങിൽ, രാസബന്ധനത്തിൽ ഏർപ്പെടുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, കോവാലൻ ബോണ്ടിങ് അല്ലെങ്കിൽ സംയോജക ബന്ധനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട രണ്ടോ അതിലധികമോ ആറ്റംസ് ഉണ്ടാവാം അല്ലേ. ആ ആറ്റങ്ങൾ പരസ്പരം ഇലക്ട്രോണുകളെ ഒരേപോലെയാണ് ഷെയർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇലക്ട്രോണുകൾ ഒരു ഇലക്ട്രോണിനെ ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ പെയറിനെ പങ്കുവച്ചു, ഒരു ഇലക്ട്രോൺ ജോഡിയെ പരസ്പരം പങ്കുവച്ചു. 2 ഇലക്ട്രോണിനെ ആണെങ്കിൽ പരസ്പരം 2 ഇലക്ട്രോൺ പെയറുകളെ പങ്കുവച്ചു അല്ലേ. അപ്പോൾ ഇവിടെ ചില ആറ്റങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. എന്താണ്, ഈ 2 ആറ്റങ്ങൾക്കിടയിൽ പങ്കുവെച്ച ഇലക്ട്രോൺ ജോഡിയെ സ്വന്തം സൈഡിലേക്ക്, അതായത് സ്വന്തമായിട്ട് ആകർഷിക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു കഴിവ്. ഓക്കെ, ഈ കഴിവിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അതായത് ദ റിലേറ്റീവ് എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ കോവാലൻ്റ്ലി ബോണ്ടഡ് ആറ്റംസ്. അതായത് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട ആറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡിയെ എന്താണ്, ഒരു ആറ്റത്തിന് സ്വന്തം ഭാഗത്തേക്ക്, അതായത് സ്വന്തമായിട്ട് കുറച്ച് കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ്, കുറച്ച് കൂടുതലായിട്ട് ആകർഷിക്കാനുള്ള ഒരു കഴിവിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശാസ്ത്രജ്ഞർ ഒരുപാട് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആവിഷ്കരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ലിനസ് പോളിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, ഓക്കെ, അമേരിക്കൻ സയൻറ്റിസ്റ്റാണ്, അദ്ദേഹം കണ്ടുപിടിച്ച ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂസ് 0 മുതൽ 4 വരെയുള്ളതിന് ഇടയിലാണുള്ളത്. അതിൽ ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഫ്ലൂറിൻ ആണ്. ഓക്കെ, ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്. അപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം, എന്താണ്, ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ എലമെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഫ്ലൂറിൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജന് 2.20 ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു പീരീഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക്, അടുത്ത് നിന്ന് വലത്തേക്ക് പോകുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടി വരികയാണ്. അതേപോലെ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ടേബിൾ വെച്ചിട്ട് നമ്മൾക്ക്
തന്നിട്ടുള്ള കോമ്പൗണ്ട് അല്ലെങ്കിൽ സംയുക്തം എന്ന് പറയുന്നത് അയോണിക് ആണോ കോവാലൻ്റ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു കോമ്പൗണ്ടിൻ്റെ, അതായത് ഒരു കോമ്പൗണ്ടിൽ ഒന്നിലധികം എലമെൻറ്റ്സ് ഉണ്ടാവും. ആ എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് കൂടിയ ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ നിന്ന് കുറഞ്ഞ ഇലക്ട്രോനെഗറ്റിവിറ്റി നമ്മൾ എന്ത് ചെയ്യും, കുറക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് 1.7, അതായത് 1.7 അതിലധികമോ ആണെങ്കിൽ 1.7 അതിലധികമോ ആണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു കോമ്പൗണ്ട്, അതായത് നമ്മൾക്ക് തന്നിട്ടുള്ള ആ ഒരു സംയുക്തം എന്ന് പറയുന്നത് എന്ത് കോമ്പൗണ്ട് ആയിരിക്കും, അയോണിക് കോമ്പൗണ്ട്, അയോണിക സംയുക്തമായിരിക്കും. ഓക്കെ, ഇനി രണ്ട് മൂലകങ്ങൾ തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി, അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്, ഇലക്ട്രോനെഗറ്റിവിറ്റിയിലുള്ള വ്യത്യാസം 1.7 കുറവാണെങ്കിൽ, ഓക്കെ 1.7 കുറവാണെങ്കിൽ അവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് യൂഷ്വലി സാധാരണയായിട്ട് എന്തായിരിക്കും, കോവാലൻ്റ് കോമ്പൗണ്ട് ആയിരിക്കും, അതായത് സഹസംയോജക സംയുക്തമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ തന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി ടേബിൾ, അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ആ ടേബിൾ വെച്ചിട്ട് നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്യണം, താഴെ തന്നിട്ടുള്ള ആ ഒരു ടേബിൾ, അതായത് കുറച്ച് കോമ്പൗണ്ട്സിൻ്റെ, കുറച്ച് സംയുക്തങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് അവയുടെ കോമ്പൗണ്ട്, അതായത് അവ കൂടിച്ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ട്, അവ കൂടിച്ചേർന്നുണ്ടാവുന്ന സംയുക്തം അയോണിക് ആണോ കോവാലൻ്റ് ആണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിന് ഫസ്റ്റ് തന്നിട്ടുള്ളത് സോഡിയം ക്ലോറൈഡ് ആണ്. അതിൽ സോഡിയത്തിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ എന്ന് പറയുന്നത് 0.93 ആണ്, ക്ലോറിൻ്റെത് 3.16 ആണ്. അപ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കുക, ഡിഫറൻസ് കാണുക, വ്യത്യാസം കാണുക എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കുക. ഓക്കെ, അപ്പോൾ 3.16ൽ നിന്ന് 0.93 കുറച്ച് കഴിഞ്ഞാൽ 2.23 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 2.23 എന്ന് പറയുന്നത് 1.7 കൂടുതലാണ് അല്ലേ, 1.7 കൂടുതലായതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, അയോണികമാണ്. ഓക്കെ, ദെൻ രണ്ടാമത്തേത് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, അല്ലെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡിൽ ഹൈഡ്രജൻ്റെത് 2.20 ആണ്, ക്ലോറിൻ്റെത് 3.16 ആണ്. അപ്പോൾ 3.16ൽ നിന്ന് 2.20 കുറക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുന്നത്, 0.96 ആണ് കിട്ടുന്നത്. അപ്പോൾ 0.96 എന്ന് പറയുന്നത് 1.7 കുറവല്ലേ, അപ്പോൾ 1.7 കുറവായതുകൊണ്ട് ഈ കോമ്പൗണ്ട്, ഇവിടെ ഉണ്ടാകുന്ന സംയുക്തം എന്ന് പറയുന്നത് എന്താണ്, കോവാലൻ്റ് കോമ്പൗണ്ടാണ്, സഹസംയോജക സംയുക്തമാണ്. ഓക്കെ, ദെൻ അടുത്തത് സോഡിയം ഓക്സൈഡ് Na2O ആണ്. ഇവിടെ സോഡിയത്തിൻ്റെത് 0.93ഉം ഓക്സിജൻ്റെത് 3.44ഉം ആണ്. 3.44ൽ നിന്ന് 0.93 മൈനസ് ചെയ്യാം, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2.51 ആണ്. അപ്പോൾ ഇവിടെയുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, അയോണിക് ആണ്. ഓക്കെ, ദെൻ കാൽസ്യം ക്ലോറൈഡിൽ കാൽസ്യത്തിൻ്റെത് 1 ആണ്, അതേപോലെ ക്ലോറിൻ്റെത് 3.16. അപ്പോൾ 3.16ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് 2.16 ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ട് സംയുക്തം എന്ന് പറയുന്നത് എന്താണ്, അയോണിക് ആണ്. ദെൻ മീത്തൈൻ എന്ന് പറയുമ്പോൾ കാർബണും ഹൈഡ്രജനും CH4 ആണ്. അപ്പോൾ കാർബണിൻ്റെത് 2.55ഉം ഹൈഡ്രജൻ്റെത് 2.20 ആണ്. അപ്പോൾ 2.55ൽ നിന്ന് 2.20 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.35. അപ്പോൾ 1.7 കുറവായതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ട് എന്താണ്, കോവാലൻ്റ് കോമ്പൗണ്ടാണ്. ദെൻ ലാസ്റ്റായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് മഗ്നീഷ്യം ഫ്ലോറൈഡ് ആണ്. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെത് 1.31ഉം ഫ്ലൂറിൻ്റെത് 3.98ഉം ആണ്. അപ്പോൾ 3.98ൽ നിന്ന് 1.31 മൈനസ് ചെയ്യുമ്പോൾ 2.67. അപ്പോൾ 1.7 കൂടുതലായതുകൊണ്ട് ഈ കോമ്പൗണ്ട് എന്താണ്, അയോണിക് കോമ്പൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് അയോണിക് കോമ്പൗണ്ട് ആവണമെങ്കിൽ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ എലമെൻസിൻ്റെ, അതായത് മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് തമ്മിലുള്ള, ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആയിരിക്കണം. 1.7 കുറവാണെങ്കിൽ ആ കോമ്പൗണ്ട് എന്താണ്, കോവാലൻ്റ് കോമ്പൗണ്ടാണ്, സഹസംയോജക സംയുക്തമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി പറയുന്നത് പോളാർ സ്വഭാവം എന്താണെന്നാണ്. അപ്പോൾ നമ്മൾ ഡയാറ്റോമിക് മോളിക്യൂൾസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, ദ്വയാറ്റോമിക തന്മാത്രകൾ. അതായത് ഇവിടെ ഡയാറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത് H2O2, അതായത് ഹൈഡ്രജൻ കോവാലൻ്റ് ബോണ്ടിങ്ങിൽ അതായത് ഹൈഡ്രജനും കോവാലൻ്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ടാവുന്ന സംയുക്തമാണ്, അല്ലെങ്കിൽ അതൊരു മോളിക്യൂളാണ് അല്ലേ, ഒരു തന്മാത്രയാണ് H2 മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ H2 മോളിക്യൂളിൽ 2 ആറ്റങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ 2 ആറ്റങ്ങൾക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുക, ഒരുപോലെയാണ് ഉണ്ടാവുക
അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ പങ്കുവയ്ക്കുന്ന ഇലക്ട്രോൺ ജോഡീനെ, അതായത് ഇപ്പോൾ പരസ്പരം പങ്കുവെക്കുന്ന ഇലക്ട്രോൺ ജോഡികൾ 2 ആറ്റംസും എങ്ങനെയുണ്ടാവുക? തുല്യമായിട്ടാണ് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഈക്വലിയാണ് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി 2 ടൈപ്പ് ആറ്റങ്ങൾ, അതായത് 2 തരം ആറ്റങ്ങൾ കൂടി ചേർന്നുണ്ടാവുന്നൊരു മോളിക്യൂൾ കൺസിഡർ ചെയ്താൽ, അപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും. ഓക്കെ, ഹൈഡ്രജൻ ക്ലോറൈഡിൽ ഹൈഡ്രജനും ക്ലോറിനും വെവ്വേറെ ആറ്റങ്ങളാണ്. അപ്പോൾ ഈ ഹൈഡ്രജനും ക്ലോറിനും കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഹൈഡ്രജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 2.20 ആണ്. ക്ലോറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 3.16 ആണ്, അല്ലേ? അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആൾ പരസ്പരം പങ്കുവെച്ച ഇലക്ട്രോൺ പെയറിനെ, അതായത് പരസ്പരം പങ്കുവച്ചിരിക്കുന്ന ഇലക്ട്രോൺ ജോഡിയെ സ്വന്തം സൈഡിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കും, അല്ലേ? അതിനെല്ലാം നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ക്ലോറിൻ ഈ പങ്കുവെച്ച പെയറിനെ എന്ത് ചെയ്യും? കുറച്ച് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യും, കുറച്ച് കൂടുതലായിട്ട് ആകർഷിക്കാനുള്ള ഒരു ടെൻഡൻസി, അതിനുള്ളൊരു സാധ്യത കൂടുതലാണ്, അല്ലേ? അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ക്ലോറിൻ ആറ്റം ഈ പരസ്പരം പങ്കുവച്ചിരിക്കുന്ന, ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ പെയറിനെ സ്വന്തം ന്യൂക്ലിയസിനടുത്തേക്ക്, അതായത് ക്ലോറിൻ്റെ ന്യൂക്ലിയസിനടുത്തേക്ക് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യും, കൂടുതലായിട്ട് ആകർഷിക്കും. ഓക്കെ, അങ്ങനെ കൂടുതലായിട്ട് ആകർഷിക്കുന്നുണ്ട്, അതായത് ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്, അല്ലേ? ഇലക്ട്രോണിൻ പെയറിനെ, അതായത് 2 ഇലക്ട്രോൺ പെയറാണ്, ആ ഇലക്ട്രോൺ പെയറിനെ കുറച്ച് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ക്ലോറിന് ഒരു ഒരു ഭാഗികമായിട്ടുള്ള നെഗറ്റീവ് ചാർജ്, അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെൽറ്റ നെഗറ്റീവ് എന്നാണ്. അതേപോലെ കുറച്ച് കൂടുതലായിട്ട് ഹൈഡ്രജൻ്റെ അടുത്ത് നിന്ന് ഇലക്ട്രോണുകൾ അങ്ങോട്ട് പോയതുകൊണ്ട് ഹൈഡ്രജന് എന്ത് ചാർജ് ലഭിക്കുന്നു? ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ്, ഒരു ഭാഗികമായ പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. ഓക്കെ, ഇങ്ങനെ പാർഷ്യലായിട്ടുള്ള ഓപ്പോസിറ്റ് ചാർജസ്, അതായത് ഭാഗികമായിട്ടുള്ള ഓപ്പോസിറ്റ് ചാർജുകൾ ലഭിച്ച കോവാലൻ മോളിക്യൂൾസിനെ, അതായത് സഹസംയോജക സംയുക്തങ്ങളെ നമ്മൾ പൊതുവേ പറയുന്ന പേരാണെന്ത്? പോളാർ മോളിക്യൂൾസ് അല്ലെങ്കിൽ പോളാർ തന്മാത്രകൾ. ഓക്കെ, അപ്പോൾ കാർബൺ മോണോക്സൈഡ് ഉണ്ട്, ഹൈഡ്രജൻ ഫ്ലോറൈഡ് ഉണ്ട്, HCl ഉണ്ട്, ദെൻ H2O ഉണ്ട്, NH3 അമോണിയ, ഇതൊക്കെ പോളാർ കോമ്പൗണ്ട്സിന്, പോളാർ സംയുക്തങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ വാട്ടർ എന്ന് പറയുന്ന ഒരുപാട് പ്രത്യേക ഫീച്ചേഴ്സുള്ള, പ്രത്യേക സവിശേഷതകളുള്ള ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു സംയുക്തമാണ് ഇതെന്ന് പറയുന്നത് വാട്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ, ഒരു തന്മാത്രയാണ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ ഇത്തരം സവിശേഷതകൾക്ക്, ഇത്തരം ഫീച്ചേഴ്സിനൊക്കെ കാരണമെന്ന് പറയുന്നത് വാട്ടറിൻ്റെ പോളാർ നേച്ചറാണ്, അതായത് പോളാർ സ്വഭാവമാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള കാരണങ്ങൾ 1-2 കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ വാട്ടറിൻ്റെ പോളാർ നേച്ചർ കാരണം ഈ വാട്ടർ മോളിക്യൂളിനിടയിൽ ഒരു സ്പെഷ്യൽ ആകർഷണ ബലം, അതായത് ഒരു സ്പെസിഫിക് അട്രാക്റ്റീവ് ഫോഴ്സ്, ദറ്റ്സ് കോൾഡ് ഹൈഡ്രജൻ ബോണ്ട്. അവിടെ ഒരു ഹൈഡ്രജൻ ബന്ധനം രൂപപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ലിക്വിഡ് സ്റ്റേറ്റിലാണ് വാട്ടർ എന്ത് ചെയ്യുന്നത്? എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് ജലം ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നു. ഓക്കെ, മോളിക്കുലാർ മാസ്, അതായത് തന്മാത്രാ മാസ് കുറവായിരുന്നിട്ട് പോലും ജലം ഏതവസ്ഥയിൽ കാണുന്നു? ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നത്, അതായത് ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ പോളാർ നേച്ചർ കാരണം ഉണ്ടായ ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ടാണ്. ഓക്കെ, ദെൻ ഈ വാട്ടറിന് മറ്റൊരു കഴിവാണ്, അല്ലെങ്കിൽ വാട്ടറിൻ്റെ മറ്റൊരു സവിശേഷതയാണ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്, അതായത് സാർവിക ലായകം എന്ന് പറയുന്നത്. അതായത് സാർവിക ലായകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട്സിനെയും അതേപോലെ തന്നെ ഇനോർഗാനിക് കോമ്പൗണ്ട്സിനെയും വാട്ടറിൽ എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ലയിപ്പിക്കാനുള്ള, ഡിസോൾവ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, ആ ഒരു കേപ്പബിലിറ്റി കാരണമാണ് നമ്മൾ വാട്ടറിനെ എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ സോൾവെൻറ്റ് അല്ലെങ്കിൽ സാർവിക ലായകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സവിശേഷതയ്ക്കും അല്ലെങ്കിൽ ഈ ഒരു പെക്യുലാരിറ്റിക്കും കാരണമെന്ന് പറയുന്നത് എന്താണ്? വാട്ടറിൻ്റെ പോളാർ നേച്ചർ, ജലത്തിൻ്റെ പോളാർ സ്വഭാവമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.